അമേരിക്കൻ താവളങ്ങളെയൊക്കെ തന്നെ ലക്ഷ്യമാക്കി ആക്രമണം കടുപ്പിക്കുമെന്ന് ഇറാന്റെ ഭീഷണി ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഇപ്പോഴൊരു മഞ്ഞുരുക്കൽ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാൽ പോലും ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു അമേരിക്ക. ഒരു ഭാഗത്ത് സമാധാന ചർച്ച എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇറാനെ മുട്ടുകുത്തിക്കാനായി ഖാർഗ് ദ്വീപ് തന്നെ നോട്ടമിട്ടുകൊണ്ടൊരു നീക്കത്തിലേക്കാണ് അമേരിക്ക കടക്കുന്നത്. എന്നാൽ അവിടെ ഒരു മരണക്കെണി തന്നെയാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത്. അമേരിക്ക ഇനിയിപ്പോൾ എന്തു വലിയ വിന്യാസം അവിടെ നടത്തിയാലും അതിനെ തച്ചുടയ്ക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ ഭീഷണി. ഇറാനിലെ തന്നെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ഖാർഗ് ദ്വീപ്. ഇത് അമേരിക്ക പിടിച്ചെടുക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയിൽ ആ നീക്കത്തെ പൊളിക്കാനുള്ള മറുപണിയുമായി മരണക്കളിക്ക് തന്നെയാണ് ഇറാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ആക്രമണം ചെറുക്കാൻ വേണ്ടി മൈനുകളടക്കം കുഴിബോംബുകളടക്കം വിന്യസിച്ചു കഴിഞ്ഞു. കരയുദ്ധമായി സൈനികരെത്തുമ്പോൾ നിരനിരയായി പൊട്ടിച്ചിതറുമെന്നുള്ള ഭീഷണിയാണ് ഇറാൻ മുന്നിൽ വച്ചിരിക്കുന്നത്. ഒപ്പം കൂടുതൽ സൈനികരെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും വിന്യസിച്ച് ചെറുക്കാൻ തന്നെയാണ് തീരുമാനം. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെയാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഡെയിലി മെയിലും അതുപോലെ തന്നെ ജെറുസലേം പോസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ട് കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കരയുദ്ധം നടത്താൻ അമേരിക്ക പദ്ധതിയിടുന്നത്. കരയുദ്ധം നടത്തി ഖാർഗ് ദ്വീപ് പിടിച്ചെടുത്ത് ഇറാനോട് വിലപേശാൻ തന്നെയാണ് ട്രംപിന്റെ ആലോചന. ഈ നീക്കത്തിന് മറീനുകളെയും പ്രത്യേക എയർബോൺ സൈനിക യൂണിറ്റുകളെയും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് എത്തിച്ചു. ദ്വീപ് പിടിച്ചെടുക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് അമേരിക്കയ്ക്ക് ശക്തമായൊരു താക്കീത് കൊടുത്തത്. ഒരു അയൽ രാജ്യത്തിന്റെ പിന്തുണയോടെ ശത്രുക്കൾ ഞങ്ങളുടെ ഒരു ദ്വീപ് കൈവശപ്പെടുത്താൻ ഒരുങ്ങുന്നു. എല്ലാ നീക്കങ്ങളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. അവർ പരിധി ലംഘിച്ചാൽ ആ അയൽ രാജ്യത്തിന് നേർക്ക് അനിയന്ത്രിത ആക്രമണം നടത്തുമെന്നാണ് അദ്ദേഹം എക്സിലൂടെ ഭീഷണി മുഴക്കിയത്. ഖാർഗ് ദ്വീപിന് ചുറ്റും ഇറാൻ ശക്തമായ പ്രതിരോധ നിര തീർത്തതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് കയ്യിലെടുത്തുകൊണ്ടു പോകാൻ കഴിയുന്ന രീതിയിൽ തോളിൽ വെച്ചും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഉപരിതല വ്യോമ മിസൈൽ സംവിധാനങ്ങൾ ഇവിടെ വിന്യസിച്ചു. അമേരിക്കൻ സൈന്യം ഇറങ്ങാൻ സാധ്യതയുള്ള തീരപ്രദേശങ്ങളിൽ ആൾനാശമുണ്ടാക്കുന്ന കുഴിബോംബുകളും ടാങ്കുകൾ തകർക്കാൻ ശേഷിയുള്ള കുഴിബോംബുകളും ഒക്കെ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. ദ്വീപിന് ചുറ്റും വലിയൊരു കോട്ട തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. വലിയ മരണക്കെണികൾ തന്നെയാണ് അമേരിക്കയെ ഇവിടെ കാത്തിരിക്കുന്നത്. കൂടുതൽ ഇറാൻ സൈനികരെയും മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. IRGCയുടെ മേൽനോട്ടത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദ്വീപിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞു. വടക്കു കിഴക്കൻ ഭാഗത്തുള്ള ഖാർഗ് ദ്വീപ് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കൂടിയാണ്. ഖാർഗ് ദ്വീപിനെ പിടിച്ചെടുത്താൽ ഇറാന്റെ പകുതി തീർന്നു എന്ന് പറയുന്നത് ശരിയാണ്. ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്നത് ഈ ദ്വീപിലൂടെ. ഹോർമുസ് കടലിടുക്കിൽ നിന്നും അകലെയാണെങ്കിൽ പോലും ഇവിടുത്തെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഇറാനെ സംബന്ധിച്ച് നിർണായകമാണ്. മാർച്ച് 13 അമേരിക്ക ഇവിടെ ആക്രമണം നടത്തിയിരുന്നു. കുഴിബോംബ് സംഭരണ കേന്ദ്രങ്ങൾ, മിസൈൽ ബങ്കറുകൾ, മറ്റു സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ 90 ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തതായാണ് അമേരിക്ക അവകാശപ്പെട്ടത്. ഇതിന് പിറകെയാണ് ദ്വീപിലെ എണ്ണ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കാൻ വേണ്ടി അതിലൂടെ ബോധപൂർവം വിട്ടുനിന്നത് ഒരു മര്യാദയുടെ പേരിലാണെന്നുള്ള ഒരു കാര്യം കൂടി ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു കരയുദ്ധ നീക്കം അപകട സാധ്യതകൾ നിറഞ്ഞതാണെന്നും അമേരിക്കയ്ക്ക് വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായി മാറുമെന്നും മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരും സൈനിക വിദഗ്ധരും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് ഡ്രോൺ ആക്രമണങ്ങൾക്കും മിസൈൽ വർഷത്തിനുമൊക്കെ കാരണമാകും. കൂടുതൽ അമേരിക്കൻ സൈനികരുടെ മരണത്തിനും അതിടയാക്കും. ഇറാൻ പരമാവധി നാശനഷ്ടങ്ങൾ വരുത്താനായിരിക്കും ശ്രമിക്കുക. ഇതല്ലാതെ മറ്റു രീതിയിൽ ഇറാന് തിരിച്ചടിക്കാൻ കഴിയില്ല എന്നാണ് നാറ്റോ മുൻ സുപ്രീം അലൈഡ് കമാൻഡർ റിട്ടയർഡ് അഡ്മിറൽ ജെയിംസ് സ്ട്രാവിഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ദ്വീപ് ഇറാൻ തീരത്തിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും അമേരിക്കൻ സൈന്യത്തിന് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. അതിനിടെ ഈ ദ്വീപ് പിടിച്ചെടുക്കുന്നത് ട്രംപ് കരുതുന്നത് പോലെ വലിയ ഗുണം ചെയ്യില്ല എന്ന് ഒരു വിഭാഗം ആൾക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ദ്വീപ് പിടിച്ചെടുത്തത് കൊണ്ട് മാത്രം ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങളോ ആഗോള ഊർജ്ജ വിപണിയിലെ പ്രതിസന്ധിയോ ഒന്നും തന്നെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇറാന്റെ സ്വാധീനം ഇതിലൂടെ ഇല്ലാതാകുമെന്ന് ട്രംപ് കരുതുന്നെങ്കിൽ അത് തെറ്റായ ധാരണയാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ പോലും ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഖാർഗ് ദ്വീപ് കൈവശപ്പെടുത്താനോ യുറേനിയം നീക്കം ചെയ്യാനോ കരസേനയെ ഇറക്കി യുദ്ധം നീട്ടരുതെന്ന് ഗൾഫ് സഖ്യകക്ഷികൾ ട്രംപ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നാൽ
അത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തുന്നു. അതിന് പകരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ തകർക്കണമെന്ന ആവശ്യം ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽ ശേഷിയുടെ വലിയൊരു ഭാഗം ഇതിനോടകം തന്നെ നശിപ്പിച്ചെന്നാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് കൊടുത്ത മറുപടി. അതിനിടെ ഇസ്രയേൽ വ്യോമാതിർത്തി ലക്ഷ്യമാക്കിക്കൊണ്ട് അമേരിക്കൻ വ്യോമസേനയുടെ പടുകൂറ്റൻ വിമാനങ്ങൾ എത്തുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. C-17 ഗ്ലോബാസ്റ്റർ വരെ ഇവിടേക്ക് പാഞ്ഞെടുക്കുന്നുണ്ട്. ഒപ്പം KC-135 സ്ട്രാറ്റോ ടാങ്കർ എന്നീ വിമാനങ്ങളും ധാരാളമായി തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്തിനു വേണ്ടി ഈ ദൗത്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള റൈറ്റ്സ്റ്റൗൺ ബേസിൽ നിന്നും പുറപ്പെട്ട RCH-271 എന്ന കോൾ സൈനുള്ള C-17A വിമാനവും എത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ എയർ മൊബിലിറ്റി കമാൻഡ് നടത്തുന്ന തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് വേണ്ടിയാണ് റീച്ച് എന്ന കോൾ സൈൻ ഉപയോഗിക്കുന്നത്. യുദ്ധസാമഗ്രികളുടെ കൈമാറ്റം, അതായത് M1 അംബ്രാസ് ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, വലിയ ഹെലികോപ്റ്ററുകൾ എന്നിവ അതിവേഗം തന്നെ യുദ്ധമേഖലയിലെത്തിക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. ഇസ്രയേലിന്റെ അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മിസൈലുകളും സ്പെയർ പാർട്സുകളും ഒക്കെ എത്തിക്കുന്നത് ഈ ഗ്ലോബാസ്റ്റർ വിമാനങ്ങൾ തന്നെയാണ്. 100-ലധികം സായുധരായിട്ടുള്ള സൈനികരെയോ പാരാട്രൂപ്പർമാരെയോ ഒരേ സമയം യുദ്ധമുഖത്തേക്ക് ഇറക്കാൻ C-17 കഴിയും. സൈനിക വിന്യാസം വളരെ എളുപ്പത്തിലാക്കും. പരുക്കനായിട്ടുള്ള റൺവേകളിൽ പോലും ഇറങ്ങാൻ ശേഷിയുള്ളതാണ് ഈ വിമാനം. യുദ്ധമുഖത്ത് പരിക്കേറ്റാൽ അവർക്ക് ആധുനിക ICU സംവിധാനമുള്ള മെഡിക്കൽ വാർഡായും ഇതിനെ പ്രവർത്തിപ്പിക്കാറുണ്ട്. ഇനി KC-135 സ്ട്രാറ്റോ ടാങ്കറുകൾ എന്തിനെന്ന് ചോദിച്ചാൽ, വ്യോമമേഖലയിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാനായി സഹായിക്കുന്ന കരുത്തുറ്റ വിമാനങ്ങൾ തന്നെയാണ്. C-17 വിമാനങ്ങൾക്കൊപ്പം തന്നെ മേഖലയിൽ KC-135 സ്ട്രാറ്റോ ടാങ്കറുകളും എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൗത്യം ആക്രമണശേഷി ഇരട്ടിയാക്കും. ആകാശത്ത് വെച്ചുള്ള ഇന്ധനം നിറയ്ക്കൽ, അതും F-35, F-15 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ച് അവയ്ക്ക് കൂടുതൽ സമയം ലക്ഷ്യസ്ഥാനത്തിന് മുകളിൽ തുടരാനായി കഴിയും. ഇതുകൂടാതെ ഇറാൻ ഉൾപ്പെടെയുള്ള ദൂരെയുള്ള രാജ്യങ്ങളിലെ സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇസ്രയേൽ വിമാനങ്ങളെ സഹായിക്കുന്നതും ഈ ടാങ്കർ വിമാനങ്ങളാണ്. ദീർഘദൂര ആക്രമണശേഷി വർദ്ധിപ്പിക്കും. ഇസ്രയേലിനും ഗാസയ്ക്കുമിടയിലുള്ള അതീവ ജാഗ്രതാ മേഖലയിലൂടെയുള്ള ഈ വിമാനങ്ങളുടെ സഞ്ചാരം നിലവിൽ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്യാതെ എത്തുന്നത് സൈനിക ശക്തി കാണിക്കാനുള്ള ഒരു ശ്രമമായി തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തിയാലും അതിനെ തെറ്റു പറയാൻ കഴിയില്ല. ഒരു ഭീഷണി എന്ന രീതിയിൽ, ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലുള്ള തന്ത്രമായി ഇതിനെ വിലയിരുത്തുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.